ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കപ്പ വേവിച്ചത്. കൂടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തിയും കട്ടൻ ചായയുമാണ് ഇന്നത്തെ റെസിപ്പി. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ മഴയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നോക്കാം. നീറ്റാക്കി എടുത്തു. 2-3 വെള്ളത്തിൽ കഴുകി. എന്നിട്ട് ഇപ്പോൾ ഈ കപ്പയുടെ മുകളിലായിട്ട് വെള്ളം നിൽക്കത്തക്കവണ്ണം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടപ്പ് അടച്ച് വെയിറ്റിട്ട് തന്നെ നോസിലിൽ കൂടെ ആവി വന്നതിന് ശേഷം വെയിറ്റിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുക്കറിൻ്റെ അടപ്പ് തുറന്നു കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം മാറ്റാം. ഒരു അരിപ്പയിലോട്ടിട്ടോ എങ്ങനെയെങ്കിലും ഈ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് കൊടുത്തു. നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കണം. മുളക് കൂടെ
കടുക് വറുത്തതിലോട്ട് ഈ കപ്പ വേവിച്ചത് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ഇനി വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് നമുക്ക് കലക്കി ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കാം. എല്ലാ സ്ഥലവും ഒരുപോലെ ആകാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തു. നല്ലപോലെ യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതിനുള്ള ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം. കുറച്ച് ചെറിയ ഉള്ളി, ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഒരു 4-5 പച്ചമുളക് നല്ലപോലെ കഴുകി എടുത്തതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിയുടെ പൾസ് മോഡിലിട്ട് നമ്മൾ അധികം അരയാതെ എടുക്കണം. അപ്പോൾ ഞാനിതിൽ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ റെഡിയായി. കൂടെ കട്ടൻ ചായയും. അപ്പോൾ ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. നല്ല വെന്ത കപ്പയും പച്ചമുളകും ഉള്ളിയും ചതച്ചതും വെളിച്ചെണ്ണയിൽ ചാലിച്ചെടുത്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.